ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് തന്നെ ചിരി വരികയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമ്മിച്ചമ്മന്തിയാണ്. അമ്മിച്ചമ്മന്തി പറയുമ്പോൾ എല്ലാവരും അത് കേട്ടിട്ടുണ്ടാവില്ല, ചിലവർക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അമ്മിച്ചമ്മന്തി പറയുന്നത്. അമ്മിച്ചമ്മന്തി പറയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അതായത് എന്താ വെച്ചാൽ എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കില്ല. അപ്പോൾ നമ്മൾക്ക് ഇറച്ചി വെച്ചാൽ വേണ്ട, മീൻ വെച്ചാൽ വേണ്ട, എന്ത് സാധനം വെച്ചാലും വേണ്ടി വരില്ല. അത് എപ്പോഴാണ് അറിയോ? നല്ല തണുപ്പ് സമയത്ത് മഴ പെയ്ത് മഴയൊക്കെ കൊണ്ടുവന്ന് പനിയും ജലദോഷമൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കറി വെച്ചാലും ഇഷ്ടമല്ല. അപ്പം ഈ ചമ്മന്തിയാണ് ഏകദേശം ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് ഞാൻ ഉണ്ടാക്കി വരുന്നത്. എന്താണ് ഈ അമ്മിച്ചമ്മന്തി. അടിപൊളിയായിരിക്കും. അത് നേച്ചുറലായിട്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരണം. ഇന്ന് ഗ്യാസ്, മിക്സി എല്ലാം ഉണ്ട്. പക്ഷെ അത് ഇങ്ങനെയും ചെയ്യാം, മിക്സിയിൽ വെച്ചിട്ടും ചെയ്യാം. ഗ്യാസിലും മുളക് ചുട്ടെടുക്കുക, നമുക്ക് തീ അടുപ്പിലും ചുട്ടെടുക്കുക. അത് നേച്ചുറലായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പം ഞാൻ അതിലേക്ക് എന്തൊക്കെ വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയല്ലോ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് വറ്റൽമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, വാളംപുളി, ഉപ്പ്. ഇത്ര മാത്രം നമുക്ക് ഈ ചമ്മന്തിക്ക് ആവശ്യമുള്ളൂ. ഈ മുളക് ചുട്ടെടുക്കുന്ന വിധം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ അവിടെ ഇപ്പോൾ പപ്പടം കുത്തി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതാ ഞാൻ നല്ലപോലെ നമ്മുടെ ചീന്തി എടുത്തതാണ്. ഈ ഈർക്കലയിലും കുത്തിയിട്ട് നമുക്ക് തീയിൽ കാച്ചിട്ട് ചൂടാം. അതേ സമയത്ത് നമുക്ക് ഈ പപ്പടം കുത്തി വെച്ചിട്ടും ചെയ്യാം. ഇത് വന്നിട്ട് നമ്മൾക്ക് വേറൊരു സാധനം, ഇത്ര നൈസ് പപ്പടം കുത്തി വെച്ചിട്ടും ചെയ്യാം. അതൊക്കെ അവരവരുടെ സൗകര്യമല്ല. ഇങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് ഗ്യാസിലും ചുട്ടെടുക്കാം. ഇത് വെച്ചിട്ടും ഗ്യാസിൽ ചുട്ടെടുക്കാം. പക്ഷെ ഞാൻ അടുപ്പിൽ ചുടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മുളകൊക്കെ ഞാൻ വന്നിട്ട് വൃത്തിയായി കഴുകി ഉണക്കിയതാണ്. ഇനിയിപ്പോൾ മുളക് ഈ ഞെട്ടിയോടെ കാണിക്കുന്നത് കൊണ്ട് കഴുകി ഉണക്കിയതാണ് വിചാരിക്കാതെ ഇരിക്കണ്ട. ഞാൻ നല്ലപോലെ കഴുകി ഉണക്കിയതാണ്. ഇനി നമുക്ക് വേണ്ടത് മുളക് ഈർക്കലി കുത്തിയിട്ട് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മങ്ങനെ ഒരു ഈർക്കലി എടുത്തു, വലുത്. ഇതിലിപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ ഒന്ന് പൊട്ടിച്ചു. ഇത് ചീന്തി എടുത്തതാണ്. എന്നിട്ട് നമ്മൾ ഈ മുളകിനെ വന്നിട്ട് ഇതെങ്ങനെ കുത്തുക. ഈ തണ്ട് കളയണ്ട, അങ്ങനെ ഇരുന്നോട്ടെ. തണ്ട് നമ്മൾ ലാസ്റ്റ് കളയും, എന്നാലും നമുക്ക് തണ്ട് ഒരു ബലത്തിനാണ്. ഇതാ ഇങ്ങനെ കുത്തി. ഇതിന് അളവൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിലെ എരിവൊക്കെ അനുസരിച്ചിട്ട് ഇതൊക്കെ ഒരു കൈ അളവാണ്. നമ്മളങ്ങനെ അളവൊന്നും പറയണ്ട. ഇതാ ഞാൻ ഇങ്ങനെ കാണിച്ചതെല്ലാം എടുത്തോളൂ. മുളക് വീട്ടിലെ എരിവ് അനുസരിച്ച് എടുത്തോളൂ. ഇത്രയും മുളക് ഞാൻ കുത്തിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു 10-20 എണ്ണം മുളകുണ്ടാവും. ഞാൻ എണ്ണീട്ടൊന്നുമില്ല, എന്നാലും ഞാനൊരു സുമാർ പറയണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനിങ്ങനെ നീട്ടി വെച്ചു, കുറച്ച് ഇങ്ങോട്ട് ആക്കി വെച്ചു. ഇപ്പോൾ കൈ അരിയണമെന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം. അത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു തന്നോളൂ. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ തീയിലൊന്ന് ചുട്ടെടുക്കുക. അത്രമാത്രം പണിയേ ഉള്ളൂ. ഞാനപ്പോൾ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ചുട്ടെടുക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. ഇതിങ്ങനെ കാണിക്കുക, ഇങ്ങനെ ആക്കുക, എടുക്കുക, ഇങ്ങനെ കാണിക്കുക, എടുക്കുക, ഇങ്ങനെ കാണിക്കുക, എടുക്കുക. ഒരുപാട് അങ്ങനെ ആക്കണ്ട. അതങ്ങനെ ഇടയ്ക്ക ഇതാ നമ്മൾ കോഴിയൊക്കെ ചുട്ടെടുക്കില്ലേ, തീ കച്ചില്ല, അതേപോലെ തന്നെ. ഇതാ നമ്മുടെ മുളക് റെഡി ആയി കഴിഞ്ഞു. നോക്കിക്കോളൂ. ഇതാ കണ്ടില്ലേ, എത്രയേ വേണ്ടുള്ളൂ. ഇത് ഇനി ഒന്ന് ഇത്തിരി ചൂടാറട്ടെ. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ചതച്ചെടുക്കുന്നത് കാണിച്ചു തരാം. ഇനി നമുക്കിതിൻ്റെ നെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ മുളകൊക്കെ ഞെട്ടി കളഞ്ഞെടുത്ത് ഇത് കൊണ്ടുപോയി എന്താ ചെയ്യണമെന്ന് അമ്മി വെച്ച് കാണാം. അമ്മിയിൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഫസ്റ്റ് നമ്മുടെ ഈ മുളക് നമ്മൾ ചുട്ടതിന് ഇതിൽ വെച്ച് കൊടുക്കണമെന്നുണ്ട്. ഇതിൽ വെച്ച് കൊടുത്തു. ഇതിനെ ആദ്യം ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മുളകൊക്കെ അങ്ങനെ ഇടിച്ച് പതം പരത്തിയിട്ടുണ്ട്. നോക്കിക്കോളൂ. ഇത് കണ്ടില്ലേ, നല്ലപോലെ ചതഞ്ഞിട്ട്. ഇതേ സമയമാകുമ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാൻ ഇതിലൊരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിന് നമുക്കിതിൽ വെച്ച് ഒന്ന് ചതച്ച് കൊടുക്കാം. ഇത്ര മുളക് അരഞ്ഞാൽ മതി, ഒരുപാട് അരയണ്ട. ഇനി നമുക്ക് ചുവന്നുള്ളി ഓരോന്ന് വെച്ച് ചതച്ച് കൊടുക്കാം. ചുവന്നുള്ളി ഞാനൊരു 5-8 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാളംപുളി ഉപ്പ് ഇട്ട് കൊടുക്കണം. വാളംപുളി എന്ന് പറയുന്ന സമയത്ത് ഇത് നമുക്കൊരു നെല്ലിക്കൻ്റെ അത്ര എടുത്താൽ മതി. പുളി വീട്ടിലനുസരിച്ച് എടുത്തോളൂ. ഇപ്പോൾ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ. 1/2 ടീസ്പൂണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് നിർബന്ധമാണ് ഇതിലിട്ട് കൊടുക്കുക. എല്ലാം കൂടിയിട്ട് ഒന്ന്
നമ്മൾ എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. പുളിയും ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലൊക്കെ പിടിക്കുന്ന വരെ ഒന്നൊന്ന് നല്ലവണ്ണം ചവച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിക്കൊണ്ടിരിക്കണു. നമ്മുടെ പുളി ഉപ്പ് എല്ലാം സെറ്റായിട്ട് അരഞ്ഞ് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വാരിയെടുക്കാം. ഇതിൽ നിന്ന് എടുക്കാം. ഇങ്ങനെ കല്ല് വയ്ക്കുക, ഇങ്ങനെ ആക്കുക. ഇതാണ് പണ്ടത്തെ തെങ്ങനെ. ഇങ്ങനെ 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 എടുക്കുക. ഇതാ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെയാണ് വഴിച്ചെടുക്കണം. ഇങ്ങനെ വഴിച്ചെടുക്കണം. ഇങ്ങനെ നമ്മുടെ കൈ ഇങ്ങനെ പോയി ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക, എന്നിട്ട് ഇങ്ങനെ ആക്കുക. ഇതാ ഇങ്ങനെ ആക്കി കഴിഞ്ഞ് ഇതിനിങ്ങനെ കോരി ഇങ്ങനെ ഒരു ബോൾ പോലെ ആക്കി. ഇപ്പോൾ ഒരു ബോളായി. ഇതിന് നമ്മളതിലിട്ട് കൊടുക്കുക. അതിലിട്ട് കൊടുത്ത് ഈ കുഴി എന്തിനാണെന്ന് ഞാൻ അടുത്തത് ഈ കുഴിയാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുതരാം. അങ്ങനെ നമ്മുടെ അമ്മിയിൽ ചതച്ചെടുക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഒരു കുഴി എന്തിനാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തന്നില്ലേ, അതെന്തിനാണെന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ ഇതെടുക്കുക. അത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, വേറെ എണ്ണ ഉപയോഗിക്കരുത്. ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂണോ കയ്യിലോ വെച്ചിട്ട് നല്ല പോലെ അതിനെ ഒന്ന് ഇളക്കി ജോയിൻ്റ് ആക്കണം. ഉപ്പ്, പുളി, എരിവ് എല്ലാം കറക്റ്റായ ചമ്മന്തിയാണത്. ഇത് കേട് വരില്ല. പുറത്തൊക്കെ 2-3 ദിവസം വെക്കാം. നമുക്ക് പെട്ടെന്ന് കേടൊന്നും വരില്ല. ഇങ്ങനെ ഇളക്കി മറിച്ച് നമ്മൾക്ക് ഈ ചമ്മന്തി ഇങ്ങനെ ഒരു കരണ്ടി ഇത് എത്ര എടുക്കുക, ഇത്ര ആവശ്യം ഉണ്ടാവുള്ളൂ ഒരാൾക്ക്. കുട്ടികൾക്ക്, വയസ്സായവർക്കാണ് ഭയങ്കര ഇഷ്ടം. പല്ലില്ലാത്തവർക്കൊക്കെ അത് കഴിക്കാൻ നന്നായിരിക്കും. അങ്ങനെ നമ്മുടെ ഇങ്ങനെ ഒരു ചോറെടുക്കുക. ചോറെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുഴയ്ക്കുക. ഈ ചമ്മന്തി എടുത്ത് അങ്ങോട്ട് വെക്കുക. അപ്പോൾ എങ്ങനെയിരിക്കും ഇത് സാധനം നമുക്ക് കഴിക്കാൻ? അടിപൊളിയായിരിക്കും. പനി വന്നായിക്കോട്ടെ വേറെ എന്തിനും ഈ ചമ്മന്തി നമുക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ. എന്തിൽ കൂടിയും കഴിക്കുക. പക്ഷെ ചോറ് വേണം. ചോറ്, കപ്പ, ഇതിൽ കൂടെയൊക്കെ. കപ്പ ഇപ്പം നല്ലോണം നമ്മൾ ഉപ്പിട്ട് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചാൽ ഇതുപോലെ അങ്ങോട്ട് അരച്ചങ്ങോട്ട് വെച്ചാൽ ഇതിൽ മുക്കി കഴിച്ചാൽ എത്ര കഴിച്ചെന്നേ അറിയില്ല. വയറ് നിറയുമ്പോഴാണ് അയ്യോ എന്ന് തോന്നും. ചോറും അതേമാതിരിയാണ്. നമുക്ക് ചോറെടുത്തു ഇതിലിപ്പോൾ ഇത്തിരി ചുടുവെള്ളം ഒഴിക്കുക, മോരൊഴിക്കുക. ഇതൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് നമുക്ക് ഉണ്ണുകയാണെങ്കിൽ വേറെ ഏത് കറി ആവശ്യമില്ല. ഇറച്ചി, മീൻ, മുട്ട അങ്ങനത്തെ കറികളൊന്നും വേണം തോന്നില്ല. ഈ ചമ്മന്തി മാത്രം മതി തോന്നും. ഇതേപോലത്തെ ചമ്മന്തി എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും സിമ്പിളാണ്. വീട്ടിലില്ലാത്ത സാധനങ്ങളുണ്ടായ പുളി, കപ്പലമുളക്, വെളുത്തുള്ളി ഏതും ഇല്ലാത്ത സാധനങ്ങളല്ല, എല്ലാതും വീട്ടിലുണ്ടാവും. ഏതാണെങ്കിലും ഈ വീഡിയോ കണ്ട കുട്ടികൾ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബായ്.